Sonu Aluminium Fabrication പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്ക് കുറച്ച് മോഡലായിട്ട് ഒരു വാഷ് ബേസിൻ്റെ കബോർഡ് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. ഈ അളവിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. ഈ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസാണിത്. ഇത് നമ്മൾ ഡോറിന് ഉപയോഗിക്കുന്ന ജെ ഫ്രെയിമാണ്. അടുത്തത് 1.25 ലിപ്പ് വരുന്നൊരു സെക്ഷനാണിത്. ഇത് നമ്മൾ ഷീറ്റിൻ്റെ എൻഡൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 1.25 സ്ക്വയറാണ്. പിന്നെ ഇത് F ചാനലാണ്. ഇനി 4 സെക്ഷനാണിത്. ഇത് നമ്മൾ ബോട്ടം പീസായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഡ്രോ സെക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സെക്ഷനാണ്. ഇത് 1 ഇഞ്ച് സ്ക്വയറിൻ്റെ ലിപ്പ് സെക്ഷനാണ്. ഇത് തട്ടിടാനൊക്കെ യൂസ് ചെയ്യുക. ഷീറ്റിൻ്റെ എൻഡ് കവർ ചെയ്യാൻ യൂസ് ചെയ്യുക. അടുത്തത് നമ്മൾ ഡോറ് ഡബിൾ കളറിൽ ഷീറ്റ് ഇട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 6 mm ആണ് വരുന്നത്. അത് 4 ഇഞ്ചും അരനൂലും. ഇത് 4 ഇഞ്ചാണ് വീതി വരിക. ഇങ്ങനെ അരാന്നാ പറയുക, പക്ഷെ ഇത് 5/8 വരും. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്യാണ്. അപ്പോൾ ഫ്രെയിം കട്ട് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ആവശ്യാനുസരണം കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്കുള്ള ഒരു ഫ്രെയിമാണ് ആദ്യം കട്ട് ചെയ്തത്. അപ്പോൾ അത് ആംഗിൾ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് 1 ഇഞ്ച് ആംഗിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൈഡിൽ നമ്മൾ കുറച്ച് അധികം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാൻ. ഇപ്പോൾ നമ്മൾ ആംഗിൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കൽ കഴിഞ്ഞ്, അപ്പോൾ ഇങ്ങനെ ആംഗിൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലേക്കുള്ള ആ ഡിസൈന് നമ്മളൊരു പേപ്പറിൽ വരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിൻ്റെ പീസുകൾ കട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വരച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് എങ്ങനെ വേണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഇതിൽ കാണുന്ന ഭാഗങ്ങളിലെല്ലാം 1/8 റിബിറ്റ് കളർ ചെയ്തതാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിമിനെ ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ സൈഡിൽ ആ ഒരു ഫ്രെയിമാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. ഇനി ഇത് സൈറ്റിൽ നിന്ന് അളവ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഷോപ്പിലിട്ടിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്യണത്. ഇതിൻ്റെ ഫുള്ള് വർക്ക് കഴിച്ചിട്ടാണ് നമ്മൾ സൈറ്റിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സെക്ഷൻ കൊടുക്കാണ്ട്, അപ്പം ഇനി അത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ കട്ട് ചെയ്ത ഒരു സെക്ഷനും കൂടി നമ്മളിതിൽ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡും ഫ്രണ്ടും ഫുള്ളായിട്ട് കൂട്ടിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ ഇത് ഗ്യാപ്പ് വരും. കാരണം നമ്മൾ ഇത്രയും അടുപ്പിച്ച് ഫ്രെയിമുകൾ കൊടുക്കുമ്പോൾ അളവ് ക്ലിയർ ആകുക തന്നെ വേണം. ഇതിൻ്റെ ഹൈറ്റ് അളവെന്ന് 8 കള്ളിയായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. വീതിയിൽ 4 കള്ളിയായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്.
അത് ഈക്വൽ അളവാണ്. അപ്പോൾ ഹൈറ്റ് അളവിൽ 4 ഇഞ്ച് വെച്ചിട്ടാണ് അളവ് വന്നിട്ടുള്ളത്. വീതിയിൽ 3/160 വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് റിബിറ്റ് അടിച്ചെടുക്കുകയാണ്. ഈ ഫ്രെയിമിൻ്റെ അടിഭാഗത്ത് 3 സൈഡിലും 4 ഇഞ്ചിൻ്റെ ബോട്ടം പീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. 4 സെക്ഷൻ. ബാക്ക് സൈഡ് ഒഴിവാക്കിയിട്ട് ഫ്രണ്ടിലും 2 സൈഡിലും. അപ്പോൾ ഇത് അവിടെ ഗ്രാനൈറ്റ് വരുന്നുണ്ട് സൈഡിൽ 4 ഇഞ്ച്. ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം അലുമിനിയത്തിലാണ് ഫ്രെയിമിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ബാക്ക് സൈഡിൽ സെക്ഷൻ കൊടുക്കാത്തത്. വാഷ് ബേസ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 സെക്ഷനും കൂടിയും 2 സൈഡിലും കൂടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വാഷ് ബേസ് വരുന്ന ഭാഗത്ത് ഫ്രണ്ടിൽ 1.25 ലിപ്പ് സെക്ഷനും ഈ ചുമരിൻ്റെ സൈഡിൽ ഒരു 1.25 ലിപ്പ് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് ഷീറ്റ് അടിച്ചു കൊടുക്കുകയാണ് 2 സൈഡിൽ നിന്നും. 1 ഇഞ്ച് സ്ക്വയറിൽ ഒരു എക്സ്ട്രാ ഫ്രെയിമും കൂടി കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഡോറിനെ നമ്മൾ ഉള്ളിലോട്ട് തള്ളി നിർത്തുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലേക്കുള്ള ഷീറ്റാണിത്. ഇതിൻ്റെ സെൻറ്ററിൽ വുഡിൻ്റെ ഷീറ്റും 4 പുറം വൈറ്റുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 6mm T ചാനലാണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് കട്ട് ചെയ്ത് അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിൽ നിന്ന് സിലിക്കോൺ അടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഡോറ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഡോറിൻ്റെ ഹിഞ്ചസ് ഞാൻ ആദ്യം തുളച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ഡോറ് താഴെ വരുന്നത് അത് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോർണറെല്ലാം വെച്ച് കഴിഞ്ഞ് അപ്പോൾ ഡോറിലേക്ക് ഇനി ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ വൈറ്റിലൊരു ഷീറ്റും വുഡ് കളറിലൊരു ഷീറ്റും അങ്ങനെ 2 എടുത്തിട്ടുള്ളത്. ഹൈറ്റിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള അളവും വീതിയിൽ നിന്നും സെൻറ്ററിലേക്കുള്ള അളവാക്കിയിട്ട് 2 പീസ് കട്ട് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് സെയിം അളവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ വൈറ്റ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത പീസിനെ വുഡിൻ്റെ അവിടേക്കും വുഡ് ഷീറ്റ് കട്ട് ചെയ്ത പീസ് വൈറ്റിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ വേസ്റ്റ് ഒന്നും വരില്ല. ഇത് ACPയുടെ ഒരു VT കളറ് ഷീറ്റാണ്. വൈറ്റ് സാധാ വൈറ്റ് ഷീറ്റുമാണ്. പിന്നെ ഈ അലുമിനിയം നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് വാൽനറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ് ഇതിൻ്റെ ഫ്രെയിം. ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ഗ്രൈൻഡറിൻ്റെ വീലിൻ്റെ കനം തന്നെ പോകാൻ പാടുള്ളൂ. ഓവറായിട്ട് ലൂസ് വരാതെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ ചാനൽ ഇതിൽ കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം ബാക്കിൽ നിന്ന് സിലിക്കോൺ അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഡോറിൻ്റെ ഇഞ്ചസും കൂടി വെച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത ഇഞ്ചസ് വെക്കുകയാണ്. അപ്പോൾ ഇഞ്ചസ് വെക്കുമ്പോൾ നമ്മൾ സ്ലീക്ക് ഇഞ്ചസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് 532 റിബിറ്റാണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഡോറിൻ്റെ ഫ്രെയിം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹിഞ്ചസിനുള്ള ഹോൾസ് അടിച്ചിടലാണ്. എന്നിട്ട് ഷീറ്റെല്ലാം ഇട്ടിട്ട് സിലിക്കോണെല്ലാം അടിച്ചതിന് ശേഷം നല്ല ഉണങ്ങിയതിന് ശേഷമാണ് ഹിഞ്ചസ് അടിക്കാറ്. അല്ലെങ്കിൽ ഹിഞ്ചസ് ഡാമേജ് ആവും. അപ്പോൾ ഹിഞ്ചസ് അടിച്ചതിന് ശേഷം സിലിക്കോൺ ആരും അടിക്കാതിരിക്കുക. നമ്മൾ ഡോറ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ലെവലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് നിൽക്കാൻ വേണ്ടി ആ 1 ഇഞ്ച് സ്ക്വയർ ഫിറ്റ് ചെയ്യണത് അത് നമ്മൾ ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. പിന്നെ ഇഞ്ചസ് വരുന്ന ഭാഗത്ത്
1 ഇഞ്ച് സ്ക്വയറിൽ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ബേസ് വരുന്ന ഭാഗത്ത് ബാക്കിൽ 1.5 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ പൈപ്പ് തടയും. 1.25 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനാണ് 1.5 കൊടുത്തത്. അപ്പോൾ വാഷ് ബേസ് വെക്കണ ഭാഗത്ത് നമ്മൾ ഷീറ്റ് അടിച്ചു കൊടുത്തു. അത് 4 പുറം കറക്റ്റായിട്ട് ഷീറ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് അടിയിൽ സിലിക്കോൺ ഇട്ടതിന് ശേഷം റിബിറ്റ് അടിച്ചിരിക്കുകയാണ്. ഇനി വാഷ് ബേസ് വെക്കുന്ന ടൈമിൽ ആ റിബിറ്റിനെ പൊട്ടിച്ച് കളയുന്നതാണ്. എങ്കിലാണ് വാഷ് ബേസ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇതിൻ്റെ ഹെഡ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ജെ ഫ്രെയിമിൽ തന്നെ കുറച്ച് തള്ളിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ ആ ഷീറ്റിൽ നിന്ന് തന്നെ ഒരു 1.25 ലിപ്പ് സെക്ഷൻ വെച്ചിട്ട് ഒരു ഫ്രെയിം എക്സ്ട്രാ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളെ ഷോപ്പിലിട്ടിട്ടുള്ള വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ സൈറ്റിൽ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഭാഗത്താണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലും പിന്നെ അടിഭാഗത്തും സെൻറ്റർ ഭാഗത്തും മാത്രമാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 1 ഇഞ്ച് ആംഗിൾ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് 1.8 റിബിറ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നമ്മൾ LED-യുടെ 2 വാം ലൈറ്റ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ കണക്ട് ചെയ്തതാണ്. ഇനി ഇതിലൊരു മിറർ പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ മിററിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് ഓരോ ഹോൾസ് മിറർ തൂക്കണ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇറക്കിയിട്ട് ലോക്ക് ചെയ്യാണ്. ACP ഷീറ്റ് 1/4 ഇഞ്ച് വിറ്റിട്ടിട്ട് ഫ്രീ ഹോൾ അടിച്ചതിന് ശേഷം ചുമര് തുളക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് തുളച്ച് കഴിഞ്ഞാൽ ഷീറ്റ് ഡാമേജ് ആവും. അപ്പോൾ ഡയറക്റ്റ് ആരും തുളക്കരുത്. ഇപ്പോൾ കണ്ണാടി ഫിറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വാഷ് ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് ആയതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ബ്ലാക്ക് സിലിക്കോണ് 4 പുറം കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. നമുക്ക് ആ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സിലിക്കോൺ വെച്ച് ഫില്ല് ചെയ്യാണ്. അപ്പോൾ വാഷ് ബേസ് സെറ്റ് ചെയ്യുമ്പോൾ പല മോഡലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലൊരു മോഡലാണ് നമ്മുടെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് ഈ മോഡൽ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നേരെ ഗ്രാനൈറ്റാണ്. അവിടെ തട്ടൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല. അത് നമ്മൾ വെള്ളം ലീക്കാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഷീറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴത്ത് പോയിട്ട് ആ വെള്ളം നിൽക്കും. അപ്പം അത് കാരണം നമ്മൾ താഴ്ഭാഗത്ത് ഷീറ്റൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന് ഡബിൾ ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൈപ്പൊക്കെ കണക്ട് ചെയ്യാനും ഇതിനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഡബിൾ ഡോറ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചുമരിൻ്റെ സൈഡ് ടവലിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിൽ നല്ലൊരു എച്ചിങ് കൊടുത്തിട്ടുണ്ട്. F ചാനൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സൈഡ് ഷീറ്റ് ഇട്ടിട്ടുള്ളത്. ഡോറിൽ 4 ഇഞ്ച് ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പിലായിട്ട് 2 മാഗ്നറ്റും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിങ് ആകുകയാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.